الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض ഉഇദ്ദത് ലിൽമുത്തഖീൻ. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ സാന്നിധ്യത്തിൽ വിശുദ്ധ ഖുർആനിലെ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി ചെലവഴിക്കുന്നതുവരെ നിങ്ങളുടെ ഒന്നും വിശ്വാസം പൂർണ്ണമല്ല എന്ന, നിങ്ങൾ യഥാവിധം വിശ്വസിച്ചിട്ടില്ല എന്ന വിശുദ്ധ ഖുർആനിലെ വചനം ഇറങ്ങിയപ്പോൾ അവിടെ കുറെ സംഭവ വികാസങ്ങളുണ്ടായി. ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് തന്റെ ഈത്തപ്പന തോട്ടം ചൂണ്ടിയിട്ട് ഏകദേശം 900-ലധികം ഈത്തപ്പന മരങ്ങൾ അതിലുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിലെ ഒരു വായനയിൽ കാണാം. അത്രയും വിശാലമായ ഈത്തപ്പനത്തോട്ടം അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചിട്ട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇതാണ് നബിയെ, ഇത് ഞാൻ അള്ളാഹുവിന് നൽകിയിരിക്കുന്നു, എന്റെ വിശ്വാസത്തെ ഞാൻ ശരിപ്പെടുത്തിയിരിക്കുന്നു എന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയാണ്. നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഉമ്മുദ്ദഹ്ദാഹും പ്രിയപ്പെട്ടവരും അവിടെ ഈത്തപ്പഴം പൊറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലത്ത് വീണ് കിടക്കുന്ന ഈത്തപ്പഴങ്ങൾ പൊറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് ഉറക്കെ വിളിച്ചു പറയാണ്, ഉമ്മുദ്ദഹ്ദാ, ഞാന് നമ്മുടെ ഈ തോട്ടം അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്തിട്ടുണ്ട്, ഇസ്ലാമിന് കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കുന്ന മാത്രയിൽ ഉമ്മുദ്ദഹ്ദാ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് പെട്ടെന്ന് മക്കളെ എല്ലാം പൊറുക്കുന്ന മക്കളെയൊക്കെ തിരിച്ചു വിളിച്ച് വായലിട്ട കുട്ടികളുടെ വായിൽ നിന്ന് ഈത്തപ്പഴങ്ങൾ തോണ്ടിയെടുത്ത് പുറത്തേക്കിട്ട് അവരതിനെ സജ്ജമാകുകയാണ്. മക്കളെ, ഇത് അള്ളാഹുവിന്റെ റസൂലിന് വാപ്പ കൊടുത്തതാണ്, ഇത് ഇനി നമ്മൾ എടുക്കാൻ പാടില്ല, ഇത് മുസ്ലിം സമൂഹത്തിന്റെ സ്വത്താണ്, ബൈത്തുൽ മാലിന്റെ ഇസ്ലാമിക് ട്രഷറിയുടെ സ്വത്താണ്, അതുകൊണ്ട് നമ്മൾ ഇത് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ്
അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ അതിന് കീഴടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്ത് മനുഷ്യനങ്ങൾ ഈ കുട്ടികളും ഞാനും ഇവിടെ എല്ലാവരും ഉണ്ടാവുമ്പോ എന്നൊന്നോടെ ചോദ്യമല്ല. അവിടെ ആ കാര്യം കേട്ടു, ഉടനെ ആ വലിയ കാര്യം യഥാർത്ഥത്തിൽ നിർവഹിച്ചു. ഇതുപോലത്തെ ഒരു മനോനില അവർക്ക് ലഭിച്ചത് അവർക്ക് അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള ബോധ്യങ്ങൾ ആ അവസ്ഥയിലെത്തിയതുകൊണ്ടാണ്. അൽ ഈമാൻ യസീദ് വയൻഖുസ്, ഈമാനിന് അത്രയും വർധനവും വിജയമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. അവർക്ക് ലാഭാണ്. ആ ചരിത്രം കൊണ്ട്, ആ നിമിഷം കൊണ്ട്, ആ വലിയ തോട്ടം കൊടുത്തതിലൂടെ മനുഷ്യ ചരിത്രം മുഴുവൻ അവരെ നിരന്തരം അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുണ്യങ്ങളുടെ അവസരം വരുമ്പോ ആ അവസരങ്ങളെ ബോധപൂർവം വിനിയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മള് സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ തന്നെ വായിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു പുണ്യത്തിന്റെ അവസരം നഷ്ടപ്പെട്ടപ്പോ, അല്ലെങ്കിൽ ഒരു ഫർളിൽ അദ്ദേഹത്തിന് വീഴ്ച വന്നപ്പോ അദ്ദേഹം ചെയ്ത കാര്യം നമുക്ക് കാണാം. ഖറജ ഉമർ യൗമൻ ഇല ഹാഇത്തുൻ ലഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അദ്ദേഹത്തിന്റെ ഒരു തോട്ടത്തിലേക്ക് പോയി. ഫറജഅ വഖദ് സല്ലൻ നാസു അൽ അസ്ർ, ഒന്നാമത്തെ ജമാഅത്ത് പള്ളിയിൽ കഴിഞ്ഞതിന്റെ ശേഷം, അസ്ർ സ്വല കഴിഞ്ഞതിന്റെ ശേഷമാണ് അദ്ദേഹം പള്ളിയിലെത്തിയത്. ഉടനെ അദ്ദേഹം പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു ദുരന്തം സംഭവിക്കുമ്പോ, പ്രയാസം സംഭവിക്കുമ്പോ ഒക്കെ നമ്മൾ ചൊല്ലുന്ന ദിക്റാണ്, അള്ളാഹുവിലേക്കാണ് എന്റെ മടക്കം എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, സാധാരണ അത് മരിക്കുമ്പോ മാത്രം ചെല്ലണ ഒരു ദിക്റായിട്ടാണ് നമ്മളെ നാട്ടിലുള്ളത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരാളെ ആക്സിഡന്റ് ആയി എന്ന് കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊരു ആശങ്ക ഉണ്ടാവും. എന്താ ഇവനെ പ്രാർത്ഥിച്ച് കണ്ട് ഇയാളെ മരിപ്പിക്കണോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും. ഈ ദിക്റ് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണ്. അപ്പോ എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഫാത്തത്തുനി സ്വലാത്തുൽ അസർ ഫിൽ ജമാ, എന്റെ അസർ നിസ്കാരം എനിക്ക് ജമാഅത്തിൽ നഷ്ടപ്പെട്ടു. ജമാഅത്ത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം എത്തിയിട്ടുണ്ട്, പക്ഷെ ജമാഅത്ത് കിട്ടിയില്ല. അല്ലാതെ 6:03 ബാങ്ക് ഉണ്ടാവുമ്പോ, അല്ലെ 6:10 ബാങ്ക് ഉണ്ടാവുമ്പോ 5:55 നിസ്കരിക്കുകയല്ല, മറിച്ച് അസർ സ്വല കഴിഞ്ഞ ഉടനെ അവിടെ അദ്ദേഹം എത്തുന്നുണ്ട്. ഫാത്തുനി സ്വലാത്തുൽ അസർ, എനിക്ക് എന്റെ സ്വലാത്തുൽ അസർ നഷ്ടപ്പെട്ടു. എങ്ങനെ? ഫിൽ ജമാഅത്തി, ജമാഅത്തിൽ എനിക്ക് സ്വലാത്തുൽ അസർ നഷ്ടപ്പെട്ടു. ഉഷ്ഹിദുക്കും അന്ന ഹാഇതി ഹാദാ അലൽ മസാകീനി സദഖ, ഉഷ്ഹിദുക്കും, ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തി പറയുന്നു, ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി പറയുന്നു, എന്റെ അസർ സ്വല എനിക്ക് നഷ്ടപ്പെടുത്തിയ ഈ തോട്ടം ഞാൻ മിസ്കീനുകൾക്ക് സദഖ കൊടുക്കുകയാണ്, എനിക്കത് വേണ്ട എന്ന് അവർ തീരുമാനിക്കുകയാണ്. അപ്പോ വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തത് ഞാനിവിടെ ഓതിവെച്ച ഖുർആനിക വചനം അതാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വേഗത്തിലെത്തുക. അതുപോലെ തന്നെ വജന്നാത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമിയെക്കാളും വിശാലമായ അവന്റെ സ്വർഗത്തിലേക്കും നിങ്ങൾ പരിശ്രമിച്ചെത്തുക. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇവിടെ ഈ ഒരായത്തും ഈ 2 ഹദീസും ഞാൻ എടുത്തു വെച്ചത് നമ്മൾ റമദാനിന്റെ തൊട്ട് മുമ്പിലാണ്. കഴിഞ്ഞ ആഴ്ച റമദാനുമായി ബന്ധപ്പെട്ട 6 മുന്നൊരുക്കങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 മുന്നൊരുക്കങ്ങളെ കുറിച്ച്, അതിന്റെ കുറച്ചും കൂടി തുടർച്ചകളാണ് പറയാൻ വിചാരിക്കുന്നത്. അപ്പോ ഒരു നന്മയുടെ അവസരം വരുമ്പോ വിശ്വാസികൾ, നമ്മുടെ മുൻഗാമികൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ 2 ചരിത്രവും പറഞ്ഞത്. ഒന്ന്, ഒരവസരം കിട്ടിയപ്പോ തന്റെ ജീവിതത്തിൽ ഏറ്റവും മൂല്യവത്തായ ഒരു കാര്യം അത് അള്ളാഹുവിന്റെ റസൂലിന് എടുത്തു കൊടുക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എടുത്തു കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയോട്, ഇനി അവിടുന്ന് ഈത്തപ്പഴം പൊറുക്കല്ലേ, ഞാനത് ബൈത്തുൽ മാലിലേക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ആ നിമിഷത്തിൽ അത് അവർ സ്റ്റോപ്പ് ചെയ്ത് പൊതുസ്വത്ത് എടുക്കാതെ വായിലിട്ട കാരൊക്കെ തോണ്ടി പുറത്തേക്കിട്ട് പൊതുസ്വത്ത് എന്റെ കുഞ്ഞിന്റെ വയറ്റിലേക്ക് പോകണ്ടെന്ന് തീരുമാനിക്കുന്നു, അല്ലെ? രണ്ടാമത്തത്, ഒരു ഫർളായ ഒരു പുണ്യം അത് നഷ്ടപ്പെട്ടപ്പോ അതിൽ കാണിച്ച ഒരു മനോനിലയുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാൻ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു, ഒരു റമദാനിൽ ശരിക്ക് ജീവിച്ച് ശരിയാവിധം നോമ്പനുഷ്ഠിച്ചാൽ മതിയാകും സ്വർഗം കിട്ടാൻ. അതുകൊണ്ട് അള്ളാഹു നമുക്ക് റമദാനിൽ ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ആവർത്തിച്ച വാക്ക് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നു. റമദാൻ അല്ലാത്ത കാലം പോലത്തെ തിങ്കളും ചൊവ്വയും ബുധനും വെള്ളിയും ശനിയൊക്കെയായിട്ട് നമുക്ക് നമ്മുടെ ദിവസങ്ങൾ മാറിക്കൂടാ. അത് മാറാതിരിക്കണമെങ്കിൽ അതിന് കൃത്യമായ വിപുലമായ പ്ലാനിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം.
ഏത് കാര്യത്തിനും പ്ലാനിങ് ഉണ്ടാകുമ്പോഴാണ് അത് ശരിക്കും നടക്കുക. ഈ ഇസ്ലാമികമായ കാര്യങ്ങളുടെ പ്ലാനിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഇന്നല്ലാഹ കതബൽ ഹസനാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളും ചാർട്ട് ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ ചെയ്യേണ്ട എല്ലാ നന്മയും നിർവചിച്ചിട്ടുണ്ട്. വസയ്യാത്ത്, തിന്മയും പടച്ചോൻ എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുമ്മ ബയ്യന ദാലിക്, പിന്നെ അത് വ്യക്താക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നന്മ, എന്തൊക്കെയാണ് തിന്മ എന്ന് ക്ലാരിറ്റി ഉണ്ട്, കട്ട ക്ലാരിറ്റി ഉണ്ട്. ഒന്നിൽ പോലും അവ്യക്തതല്ല. നമുക്ക് അവ്യക്തത തോന്നുന്നത് നമ്മുടെ പഠനത്തിന്റെ അഭാവമോ അല്ലെങ്കിൽ ഹിദായത്തിന്റെ തൗഫീഖിന്റെ കുറവാണ്. ഇസ്ലാമിൽ ഒരു വിഷയത്തിനും ക്ലാരിറ്റി കുറവില്ല. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈദാ, ഞാൻ നിങ്ങൾ ഒരു തെളിഞ്ഞ വഴിയിലാണ് ഉപേക്ഷിച്ചത്. ഞാൻ മരിച്ചു പോകുമ്പോ അവ്യക്തതകളുടെ ഒരു പ്രത്യയശാസ്ത്രം, കാലാധിവർത്തിയല്ലാത്തൊരു പ്രത്യയശാസ്ത്രം, നിർവചനങ്ങളില്ലാത്തൊരു പ്രത്യയശാസ്ത്രം അവതരിപ്പിച്ചിട്ടല്ല ഞാൻ പോകുന്നത്. മറിച്ച് തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈദാ, ഒരു തെളിഞ്ഞ വഴിയിൽ ഞാൻ നിങ്ങൾ ഉപേക്ഷിക്കുന്നു. ലൈലുഹാ കനഹാരിഹ, അതിന്റെ രാവിന് പോലും പകൽ പോലെ പ്രകാശമുണ്ട്. ലയസിഖു അൻഹാ ഇല്ലാ ഹാലികു, അതിൽ നിന്ന് തെറ്റിപ്പോവുക സ്വയം നശിക്കാൻ തീരുമാനിച്ചവൻ മാത്രമാണ്. അള്ളാഹു നമുക്ക് ദീനിന്റെ സൂക്ഷ്മ വശങ്ങളെ ശരിയാവിധം പഠിക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയും തിന്മയും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് പറയണം, അതാണ് നോമ്പിന്റെ പ്ലാനിങ് വളരെ വിപുലമായി വേണമെന്ന് ഞാൻ പറയാൻ മുന്നോട്ട് വെക്കുന്ന തെളിവാണ് ഇനി വായിക്കുന്നത്. ഫമൻ ഹമ്മ ബിഹസനത്തിൻ, ഒരാൾ ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചു, ഫലം യഅമൽഹാ, പക്ഷെ ഒരു ശർഈയായ ഉദ്ർ കൊണ്ട് അയാൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ കതബഹല്ലാഹു ലഹു ഇൻദഹു ഹസന, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ അടുത്ത് ആ ചിന്തയെ ഒരു നന്മയായി രേഖപ്പെടുത്തും. അഥവാ നമുക്ക് ശരിയായ പ്ലാനിങ് വേണ്ട കുറെ മേഖലകളുണ്ട്. ഒന്ന്, രാത്രി നമസ്കാരം ഒന്നും എന്റേത് പോകൂല നമ്മൾ തീരുമാനിക്കണം. അപ്പൊ അതിനെന്ത് വേണ്ടി വരും? ഈ നോമ്പുതുറ, നോമ്പ് സൽക്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുടർച്ചയായ മാലപ്പടക്കങ്ങൾ ഉണ്ട് അല്ലെ. നോമ്പ് തുറപ്പിക്കൽ ആവശ്യമാണ്, ഒക്കെ ആവശ്യമാണ്, അത് വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്. പക്ഷെ നോമ്പുറക്കെല്ലാം പോയാല് അന്നത്തെ മഗ്രിബ് എന്തായാലും ജമാഅത്ത് പോയിട്ടുണ്ടാവും. അങ്ങനെയാണല്ലോ, നോമ്പുറക്കുന്ന ദിവസം പിന്നെ പള്ളിക്ക് പോകാൻ പറ്റില്ലല്ലോ. വീട്ടിൽ നോമ്പുറയുള്ള ദിവസം മനുഷ്യന്മാരെ മുഴുവൻ ജമാഅത്ത് കളി, ആയുസ് മുഴുവൻ ജമാഅത്ത് നിസ്കരിക്കുന്ന ആൾക്കാരെയും ജമാഅത്ത് എന്ത് ചെയ്യും കളി. നിങ്ങൾ ധൈര്യമായി തീരുമാനം എടുക്കണം. എന്ത് നോമ്പ് തുറയാണെങ്കിലും അല്ലെങ്കിലും നമ്മളെ ഒരാളെ നോമ്പ് തുറക്ക് വിളിച്ചപ്പോ ചോദിക്കണം, എങ്ങനെ ഇപ്പൊ നമ്മൾ നിസ്കാരം പ്ലാൻ ചെയ്ത്? കാരണം കൗമിന് വലിയ ധാരണ ഒന്നുമില്ല സഹോദരന്മാരെ, വലിയ ധാരണ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയണത്, എങ്ങനെ ഇപ്പം നോമ്പ് തുറപ്പം നമ്മൾ എത്ര ആളെ നിങ്ങൾ വിളിക്കണു, എന്താ പരിപാടി, നിസ്കാരം എങ്ങനെ നമ്മൾ കണ്ടത്? എന്താ പറയാ, നമുക്ക് നോമ്പ് തുറന്റെ കൂടെയുള്ള ഭക്ഷണം വിതരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് രണ്ടും കൂടി അവിടെ ഒന്നാക്കിയിട്ട് ഒന്നിച്ചാണ് നിസ്കരിക്കാറ്, ലാസ്റ്റാണ് നിസ്കരിക്കാറ്. ഒരു നോമ്പ് കാലത്ത് പോലും അതിന്റെ പവിത്രതയും അതിന്റെ ആ ബർക്കത്തും പൂർണ്ണമായി പാലിക്കാൻ കഴിയാത്ത നമ്മൾ അവിടുത്തെ ഒരു വിതരണ സൗകര്യവും അങ്ങനത്തെ കുറച്ച് കാര്യത്തുമേ നോക്കുക. അതുകൊണ്ട് നോമ്പുതുറകളൊക്കെ അങ്ങനത്തെ ഒരു സമീപനത്തിൽ നമ്മൾ എടുക്കണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോ ഞാൻ പറയുന്നത്, അപ്പൊ രാത്രി നിസ്കാരം അങ്ങനെ നിർവഹിക്കണമെന്ന് 100% പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തി അതിനെ ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഒഴിവാക്കേണ്ടി വരും. അതിനാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, നമ്മളെ ബിസിനസ് രംഗത്തൊക്കെ ഉള്ള ആളുകൾ അവരുടെ പർച്ചേസും സംഗതികളൊക്കെ ചില യാത്രകളൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തേണ്ടി വരും. റമദാൻ മാസത്തിൽ പൊതുവെ ഈ പരിപാടിക്കും പ്രസംഗത്തിനൊക്കെ പോണ ആളുകൾ, നമ്മളെ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പൊതുവെ എനിക്കറിയാം, നമ്മളാരും അങ്ങനെ എന്താ പറയാ ഈ കസറാക്കണ്ട മാതിരി അല്ലാത്ത കാലത്തൊക്കെ പൊതുവെ കസറാക്കണ്ട യാത്രകൾ ഞായറാഴ്ചകളൊക്കെ മിക്കവാറും 50, 60, 70 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും അല്ലെ. അങ്ങനത്തെ പരിപാടികൾക്ക് നമ്മളൊരു പോകൂല. എന്താ പോകത്തെ? അത് നമ്മളുടെ ഒരു ബൂസ്റ്റിങ്ങിന്റെ സമയമാണ്. അതന്നെയാണ് എന്റെ കാരണം. അപ്പൊ അങ്ങനെ ഏത് ഫീൽഡിലുള്ള ആളുകളും അവരുടെ കാര്യങ്ങളൊന്ന് ചിട്ടപ്പെടുത്തണം. എന്നിട്ടൊരു വ്യക്തിക്ക് നിസ്കാരം പോയി കൂട്ടിക്കോളി. നിങ്ങൾ എന്താണ്, ഒരു രാത്രി അയാൾക്ക് രാത്രി നിസ്കാരം പോയി എന്ന് കൂട്ടിക്കോളി. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ റസൂല് പറയാണ്, എന്ത്, ആ വ്യക്തിക്ക് അയാൾ അത് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെ ആ നന്മ രേഖപ്പെടുത്തുന്നു. ഇനിയിപ്പോ വേറൊന്ന്, ഇപ്പൊ നോമ്പ് തുറപ്പിക്കുന്നതിന് വലിയ മഹത്വമുണ്ട്. എന്താ, ആ നോമ്പ് തോറ്റ ആളുടെ അതേ പുണ്യം ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മളെ ഒരു നിശ്ചിത എണ്ണ ആളുകളെ ഞാൻ നോമ്പ് തുറപ്പിക്കുന്നു തീരുമാനിക്കുക. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ എല്ലാ തിങ്കളാഴ്ചയും ഖുർആൻ ക്ലാസ് നടന്നു വരുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഖുർആൻ ക്ലാസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെ ചെയ്തത്, എല്ലാവരും കുട്ടികളും മക്കളും കുടുംബവും എല്ലാവരും തിങ്കളാഴ്ച അങ്ങോട്ട് വരും. അന്ന് ഫുഡ് ഇവിടെ ഉണ്ടാകും. എന്നിട്ടോ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് നോമ്പ് തുറന്ന് ക്ലാസ് കഴിഞ്ഞ് ഒന്നിച്ച് നിസ്കരിച്ച് അങ്ങോട്ട് പിരിയും.
അപ്പൊ കുട്ടികൾക്കും മക്കൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ ഒരുതരം സംസ്കാരം പഠിപ്പിക്കലാണ്. മാത്രമല്ല ഖുർആൻ പഠനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ചത്, ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചത് 2-3 വട്ടം ആവർത്തിച്ച് ചോദിപ്പിച്ചതൊക്കെ റമളാൻ മാസത്തിലായിരുന്നു. അപ്പൊ നമ്മള് ഖുർആനിന്റെ കൂടെ നിന്നു. നമുക്കൊരിക്കലും അർത്ഥറിയാത്ത ഖുർആൻ ഇങ്ങനെ ഉറങ്ങിയും തൂങ്ങിയും തളർന്നും നിന്നും കടന്നും ഒക്കെ തൂർക്കൊരു ഖത്തം. ചില ആളുകൾക്ക് പരമാവധി ഉള്ളൊരു കാര്യം അതാണ്. അത് വലിയ കാര്യം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല അല്ലെ. ഈ അവസാനത്തെ 10 ഉണ്ടാവുമ്പോ അതുകൊണ്ട് ഓതാൻ കുറെ ഉണ്ടാകും ചെയ്യും. എന്നിട്ട് ഓത്തിന്റെ അടി കൂടെ എന്തൊക്കെയോ വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാവും ഓത അവസാനം. ഉറക്കം നമ്മൾ അതിജയിച്ചിട്ടേ ഒരു പ്ലാൻ ഉണ്ടാവില്ല. അപ്പൊ ഖുർആൻ പൂർണ്ണമായി തീർക്കാൻ ഒരു പ്ലാൻ വേണം, ഖുർആൻ പഠിക്കാൻ ഒരു പ്ലാൻ വേണം. ഇതൊക്കെ നമ്മൾ ഓരോന്നോരോന്നായി നീയത്താക്കി വെക്കുക. രാത്രി നിസ്കാരം ഫുള്ള് ചെയ്യും. പിന്നെ സ്വതക്ക, ഞാൻ ഏകദേശം ഒരു ഇത്ര ഉറുപ്പ്യ സ്വതക്ക കൊടുക്കുന്നു നീയത്താക്കുക. അല്ല, ഇപ്പൊ നമ്മളെ പള്ളി, നമ്മുടെ മദ്രസ, അതിന്റെ ഒക്കെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ റമളാൻ മാസത്തില് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പല കാരണങ്ങളാൽ അതിങ്ങനെ നീങ്ങി നമുക്ക് ഏകദേശം അതിലൊരു വ്യക്തതയും ധാരണയും എത്തിയിരിക്കുകയാണ്. അത് ഇൻഷാ അല്ലാഹ് അതിന്റെ നിർമ്മാണം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തായിരുന്നു അതിൽ അവ്യക്തത പ്രശ്നം എന്ന്. അത് നിർമ്മാണം തുടങ്ങുമ്പോ അറിഞ്ഞാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതിലൊരു സന്തോഷം ഉണ്ടാകും. അതൊരു സർപ്രൈസ് ആണ്. ഇതിനില്ല, അള്ളാഹു അത് സാക്ഷാത്കരിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ അതിലേക്കൊക്കെ ഉള്ള സംഖ്യകളൊക്കെ നമുക്ക് നിയത്താക്കി വെക്കാം. അതേപോലെ തന്നെ ഇപ്പോ നോമ്പ് തുറക്ക് കിറ്റുകൾ സ്വീകരിക്കുന്ന സമയമാണ്. നമുക്കൊരു 1000 ഉറുപ്പ്യന്റെ കിറ്റ് ആരൊരു 1000 ഉറുപ്പ്യ ഇവിടെ ഏൽപ്പിച്ചാലും ആ പൈസ അർഹതപ്പെട്ട ആളെടുത്ത് നമ്മൾ കൊടുക്കും ഇൻഷാ അല്ലാഹ്. അടുത്ത വെള്ളിയാഴ്ച നമ്മള് കിറ്റിന് ക്യാഷ് കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ക്യാഷ് ആയിട്ട് വരിക. അപ്പൊ എന്താ, നോമ്പ് തുറപ്പിക്കലാണത്. ഒരു കുടുംബത്തെ ഒരു മാസം ഞാൻ നോമ്പ് തുറപ്പിക്കും. നോമ്പ് തുറപ്പിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കലാണ്. അപ്പൊ ആ വീട്ടുകാര് മൊത്തം നോറ്റ നോമ്പിന്റെ കൂലി നമുക്ക് കിട്ടും. അതാണ് അതിന്റെ കാര്യം. മാത്രല്ല അള്ളാഹുവിന്റെ റസൂലി പിന്നെ ഇത്ആമുത്ത്ആം, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം എത്രയാണ് ആവർത്തിച്ച് പറഞ്ഞത്. പ്രവാചകനോളം പട്ടിണിപ്പാവങ്ങളുടെ കാര്യം കൈകാര്യം ചെയ്ത് ആരെങ്കിലും ഉണ്ടോ സഹോദരന്മാരെ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ഖുദ്സിയാരി ഹദീസിലൂടെ പഠിപ്പിക്കാണ്. എന്താ പഠിപ്പിക്കണേ? ഖുദ്സിയ ഹദീസിൽ ഇങ്ങനെയാണ് വന്നത്: എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല. അള്ളാഹ് പറയാ, പടച്ചോനെ നീ റബ്ബുൽ ആലമീൻ അല്ലേ, നിനക്ക് എങ്ങനെ ഞങ്ങൾ ഭക്ഷണം തരാ? അവിടനെ അള്ളാഹുവിന്റെ മറുപടി, ഇന്നാള് പട്ടിണിപ്പാവമായിരുന്നു, ആ വീട്ടിൽ കോപ്പും കൊസുവൊന്നുമില്ല, അവിടെ ഭക്ഷണമല്ല, ഇപ്പുറത്ത് നമ്മൾ കരിച്ചതും പൊരിച്ചതും ഒക്കെ എടുത്ത് തിന്നുമ്പോ അവിടെ അവര് വിഷമത്തിലാണ് എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു. എന്നിട്ടും നിങ്ങൾ അവരെ പരിഗണിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല. ഞാൻ രോഗിയായി, നിങ്ങൾ വന്നില്ല. പടച്ചോനെ നിനക്ക് എങ്ങനെയാണ് രോഗാകുക? നീ റബ്ബുൽ ആലമീൻ അല്ലേ? എന്താ അള്ളാഹുവിന്റെ മറുപടി? ഇന്നാലിന്ന വ്യക്തി രോഗ ചെയ്യൽ പ്രയാസപ്പെടുകയായിരുന്നു, നീ പോയില്ല, നീ കണ്ടില്ല, നീ ആശ്വസിപ്പിച്ചില്ല, നീ പ്രാർത്ഥിച്ചില്ല. അപ്പൊ ഇതൊക്കെ ഗൗരവതരമായ വിഷയങ്ങളാണ്, നമ്മൾ കാണുന്ന മാതിരിയല്ല. അപ്പൊ അതുകൊണ്ട് ഒരു കിറ്റിന്റെ പൈസ തരാൻ പറ്റിയവരുണ്ടാകും, അരക്കിറ്റിന്റെ പൈസ തരാൻ പറ്റിയവരുണ്ടാകും, 1/4 കിറ്റിന്റെ പൈസ തരാൻ പറ്റിയവരുണ്ടാകും. ഇവിടെ ഇരിക്കണേല് ഒരു 50 ഉറുപ്പ്യെങ്കിലും കിറ്റിക്ക് കൊടുക്കാൻ പറ്റാത്ത ആരുമില്ല. അപ്പൊ അടുത്ത വെള്ളിയാഴ്ച നമ്മളുടെ ഈ പ്രദേശത്തൊക്കെ ഉള്ള പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി കിറ്റ് ശേഖരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒന്നാമതൂടെ പറയുന്ന പോയിന്റ്, അങ്ങനെ നോമ്പ് കാലത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം എന്നതിൽ ഒരു ശരിയായ പ്ലാന് നമ്മൾ ഉണ്ടാക്കുക. ഞാൻ രാത്രി നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു, നോമ്പ് തുറപ്പിക്കണിന്റെ കാര്യം പറഞ്ഞു, ഖുർആൻ പാരായണത്തിന്റെ കാര്യം പറഞ്ഞു. ഖുർആന് 30 ജുസു പൂർത്തിയാക്കണമെങ്കിൽ ഇത്ര പേജ് ഇങ്ങനെ ഞാൻ ഇന്ന സമയത്ത് സിമ്പിളായിട്ട് ഓതിയിട്ട് അത് തീർക്കാൻ പറ്റും. വളരെ ലളിതമായിട്ട് അല്ലെ? ഒരു 10 പേജ്, ഒരു 20 പുറം. അപ്പൊ ഞാൻ എന്റെ പണി ഇന്ന മാതിരിയാണ്, ഇപ്പൊ ഇന്ന സമയത്താണ്. അതൊക്കെ ഇപ്പൊ തന്നെ നമ്മൾ നിയ്യത്താക്കി. അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ? ആ വ്യക്തിക്ക് അതിൽ പലതും ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചോ, എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നിയ്യത്താക്കിയതിന്റെ പുണ്യം പ്രത്യേകം കൊടുക്കുന്നതാണ്. എന്താ? ഫലം യഅമൽഹ, ചില ശർഈയായ ഉദ്ർ കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു നന്മയായി രേഖപ്പെടുത്തുമെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സമഗ്രമായ പ്ലാനിങ് നമുക്ക് ഉണ്ടാകണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു, നമുക്ക് ഡ്രസ്സൊക്കെ നോമ്പിന്റെ മുമ്പ് തന്നെ, പെരുന്നാളിന് എന്തായാലും ഡ്രസ്സ് എടുക്കണം. അതൊക്കെ എടുത്തു വെച്ചാല് ആ സമയത്ത് ഇങ്ങനെ ഈ ടെക്സ്റ്റൈൽസ് കൂടെ കടന്ന് ഇങ്ങനെ കറങ്ങണ്ട. ആ ഉള്ള സമയം കുറച്ച് ദിക്റും ദുആയും പ്രാർത്ഥനയും തസ്ബീഹും തക്ബീറും തഹ്ലീലും ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് പോകാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. അതേപോലെ ഫർള് നിസ്കാരങ്ങൾ. ഇപ്പോ ഇന്നലെ നമ്മുടെ ഒരു ശ്രോതാവ് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങള് ഈ ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് നമ്മളെ പള്ളിക്ക് വന്ന് ഒക്കെ അതിന്റെ ശേഷമാണ്.
അപ്പൊ ഞാനതിൽ കുറെ കാലം ശ്രദ്ധിക്കും, പിന്നെ അതാണ് കയ്യിന്ന് പോകും, പിന്നെ അത് പലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റാതാകും. അതിപ്പോ ഒന്ന് ശരിയാകാൻ എന്താ ചെയ്യാന്ന് വെച്ചു. ഞാൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ച കാര്യം, നിങ്ങൾ ഈ റമദാനോടുകൂടെ അങ്ങനത്തെ ഒരു നല്ല നീയത്ത് നല്ലൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിട്ട് പോയാല് അതൊക്കെ നടക്കും, ഒരു പ്രശ്നമില്ല. നമ്മളായിട്ട് എവിടെയാണ് നമുക്ക് മിസ്സിങ് വരുന്നത് അത് ശ്രദ്ധിക്കണം എന്നാണ്. അപ്പൊ അതേപോലെ എല്ലാ കേടും തീർക്കാനുള്ള ഒരു കാലയളവായി ഇതിനെ കാണുക എന്നുള്ളതാണ്. ഇനി നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ, നിയ്യത്ത് ഇസ്ലാമിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. പൊതുവെ നമ്മളൊക്കെ കേട്ട ഒരു ഹദീസാണ്. എന്താ, അമലുകൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കിട്ടുക. അയാൾ എത്ര ചെയ്തു എന്നുള്ളതല്ല, ചെയ്യുമ്പോഴുള്ള ഉദ്ദേശം എന്തായിരുന്നു. നാളെ പരലോകത്ത് ഒരു പണ്ഡിതനെ കൊണ്ടുവരും, അദ്ദേഹത്തിന്റെ ഇൽമ അയാൾക്ക് ദോഷമായിട്ട് മാറും, ഞാൻ വലിയ പണ്ഡിതനാണെന്ന് തെളിയിക്കാനാണ് മൂപ്പര് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഒരു രക്തസാക്ഷിയെ കൊണ്ടുവരും, ഒരു യുദ്ധത്തിൽ മരിച്ച ആളെ കൊണ്ടുവരും, അയാൾക്ക് കുറ്റാണ് കിട്ടുക. എന്താ കാര്യം, ഞാൻ ഭയങ്കര ധീര പോരാളിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അയാൾ യുദ്ധം ചെയ്തത്. അപ്പോ നിയ്യത്ത് വളരെ പ്രധാനമാണ്. നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോ നോമ്പിലൂടെ നിയ്യത്താക്കേണ്ട കാര്യങ്ങൾ ഒരു 10-12 കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയാണ് പറയാം. നോമ്പിലൂടെ നമുക്ക് നിയ്യത്താക്കി എടുക്കേണ്ട, നമ്മളെ നോമ്പിന്റെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ആ രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിമുൻ നഖഇയെ കുറിച്ച് പറയാണ്, ലം യകുൻ അബ്ദുറഹ്മാൻ അൻ-നഖഇ യഅമലു ശൈഅൻ ഇല്ലാ ബിനിയ്യ. എന്താ, ഇബ്രാഹിം അൻ-നഖഇ റഹിമഹുല്ലാഹ് ഒരു കാര്യം നീയത്തില്ലാതെ ചെയ്യുമായിരുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും അദ്ദേഹം കുടിക്കുമ്പോൾ അതിൽ നീയത്ത് ഉണ്ടാകും. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും ഹത്താ ഇന്നഹു കാന യശ്റബുൽ മാഅ ബിനിയ്യ, അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും അതിൽ ഒരു നീയത്ത് ഉണ്ടാകും. റഅയ്തുൽ ഖൈറ കുല്ലഹ് ഇന്നമാ യജ്മഉഹു ഹുസ്നുൻ നിയ്യ വകഫാക. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ള പുണ്യം അത് പൂർണ്ണമായി ലഭിക്കുന്നത്, അതിനെ അയാൾക്ക് ഒരുമിച്ച് കൂട്ടിക്കൊടുക്കുന്നത് ആ നീയത്താണ് എന്നാണ്. യഹ്യ ഇബ്നു കസീർ പറയാണ്, തഅല്ലമു അന്നിയ്യ ഫഇന്ന, നിങ്ങൾ നീയത്ത് ശരിയാം വിധം പഠിക്കുക. നീയത്തിനെ നിങ്ങൾ ശരിയാം വിധം എങ്ങനെയൊക്കെ നീയത്ത് ചെയ്യണമെന്നതിനെ നിങ്ങൾ ശരിയാം വിധം പഠിക്കുക. എന്താ കാരണം, അതിലൂടെയാണ് നിങ്ങളുടെ പുണ്യവും നിങ്ങളുടെ പ്രതിഫലവും സ്ഥിരപ്പെടുന്നത് എന്ന് നമുക്ക് പറഞ്ഞത് കാണാൻ കഴിയും. മാത്രല്ല, റുബ്ബ അമലിൻ സഗീരിൻ തഅളുമുഹു നിയ്യ വറുബ്ബ അമലിൻ കബീരിൻ തഹ്ഖിറുഹു നിയ്യ. ഇതൊരു വലിയ അസ്ലാണ് കേട്ടോ. ഇത്രയും നേരം നിയ്യത്തിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയാത്തവരും ഈ ഒരു പോയിന്റ് കേട്ടാൽ വിഷയം ക്ലിയർ ആണ്. റുബ്ബ അമലിൻ, എത്ര അമലുകളാണ്. തഅളുമുഹു നിയ്യ, ഒരു നിയ്യത്ത് അതിനെ വലിയ പുണ്യമുള്ള ഒരു കാര്യമാക്കി തരും. വറുബ്ബ അമലിൻ, എത്ര അമലുകളാണ്. തഹ്ഖിറുഹു നിയ്യ, നിയ്യത്തിന്റെ ഒരു വലിപ്പക്കുറവ് കൊണ്ട് എന്ത് ചെയ്യുന്നു, അത് പറ്റ ചെറുതായി പോകുന്നു. ഇങ്ങനെ എത്ര കാര്യങ്ങളുണ്ട് എന്നാണ് അല്ലെ. നമ്മളിപ്പോ ഒരാളെ കാണുമ്പോ അയാളോട് ചിരിക്കുന്നു, ആ ചിരിക്കുന്നത് പ്രവാചകന്റെ സുന്നത്താണെന്ന് വിചാരിച്ച് ചിരിച്ചാൽ അതൊരു കൂലിയാണ്. നമ്മൾ ഒരാളെ കാണുമ്പോ സലാം പറയുന്നു, ആ സലാം പറയുന്നത് ഒരു മുസ്ലിമിനോടുള്ള ബാധ്യതയുടെ ഭാഗമാണ് എന്ന് ചിന്തിക്കുമ്പോ അത് നമുക്ക് കൂലിയാകുന്നു. നമ്മളിങ്ങനെ പോകുമ്പോ എന്താ, ഒരു പട്ടുണ്ട് റോട്ടിൽ വീണ് കിടക്കണ്, നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് ആ പട്ട എടുത്തിടുകയാണ്, പ്രത്യേകിച്ചൊന്നും വിചാരിച്ചൊന്നുമില്ല. എന്നാലോ നമ്മളെ മനസ്സിക്ക് വരികയാണ് എന്ത്, പടച്ചോനെ, ഇത് ഇപ്പത്തെ കുട്ടികളെ ആ പോണ ജാതി പോക്കിൽ വല്ല ബൈക്കൊക്കെ ഇതിൽ കയറി മറിഞ്ഞാല് തല അടിച്ച് വീണ് കഥ കഴിയും. അപ്പൊ എന്താ, അപ്പൊ ഒരാളെ നമ്മൾ മരണത്തിൽ നിന്നാ രക്ഷിക്കണേ, ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ. അപ്പൊ ശരിക്ക് ലോകത്തെ 700 കോടി മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുക. അപ്പൊ ഈ നീയത്ത് മഹത്വരമാകാൻ എന്താണ് വേണ്ടത്? നീയത്ത് മഹത്വരമാകാൻ വേണ്ടത് നമ്മൾ എന്ത് അമലാണോ ചെയ്യുന്നത് ആ അമലിനെ കുറിച്ചുള്ള ശരിയായ അറിവ് നമുക്ക് ഉണ്ടാകുക. അതാണ് തഅല്ലമു അന്നിയ്യ ഫഇന്നഹ അബ്ലഗു മിനൽ അമൽ എന്ന് പറയാൻ കാരണം. നീയത്ത് വെക്കാനുള്ളത് നിങ്ങൾ പഠിച്ചുണ്ടാക്കണം. കാരണം അത് അമലിനേക്കാളും മുന്തിയതാണ്. ഇപ്പൊ നമ്മളിങ്ങോട്ട് പള്ളിയിൽ കയറുമ്പോ തന്നെ എന്തെല്ലാം പുണ്യങ്ങളുണ്ട് അല്ലെ. പള്ളിയിൽ കയറുമ്പോ വലതുകാല് വെച്ച് കയറിയാൽ അതിനൊരു പുണ്യമുണ്ട്. അല്ലാഹുമ്മ ഇഫ്തഹ്ലി അബ്വാബ റഹ്മതിക് എന്ന് ചൊല്ലിയാൽ അതിന് വേറൊരു പുണ്യമുണ്ട്. ഇവിടെ വന്ന് ഒരു വ്യക്തി ഒന്നാമത്തെ സഫിലേക്ക് എത്തിയാൽ അതിനൊരു പുണ്യമുണ്ട്. ഇനി ഒന്നാമത്തെ സഫ് തന്നെ വലതുഭാഗത്ത് വന്നിരുന്ന അതിനൊരു പുണ്യമുണ്ട്. ഇനി ഒന്നാമത്തെ സഫ് കിട്ടിയില്ല, മൊത്തത്തിൽ വലതിനെ മുന്തിച്ചാൽ അതിനൊരു പുണ്യമുണ്ട്. അങ്ങനെ ശരിയാം വിധം നമ്മൾ കാര്യങ്ങളെ പ്ലാൻ ചെയ്യുമ്പോ, അതാണ് ഞാൻ പറഞ്ഞത്, ശരിയായ പ്ലാന് നമുക്ക് വേണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയാണ്,
മകനോട് പറയണേ, യാ ബുനയ്യ ഇൻ വിൽ ഖൈർ ഫഇന്നക ലാ തസാലു ബിഖൈർ മാ നവൈത അൽ ഖൈർ. എന്താണ് മോനെ, നീ ഖൈർ നിയ്യത്താക്ക്. നീ ഖൈർ നിയ്യത്താക്കുമ്പോ പിന്നെ നീ ജീവിക്കുന്നത് മുഴുവൻ അതിലൂടെയാണ്, അല്ലെ? പിന്നെ നീ ജീവിക്കുന്നത് മുഴുവൻ അതിലൂടെയാണ്. നമ്മളിപ്പോ എക്സസൈസ് ചെയ്യും, രാവിലെയൊക്കെ ഇവിടുന്ന് എക്സസൈസ് ചെയ്യാൻ പോണ ആളുകളുണ്ട്. പിന്നെ സമൂഹത്തിൽ വളരെ പോസിറ്റീവായി വിലയിരുത്തേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതുമായ ഒരു പുതിയ സംരംഭങ്ങൾ രാവിലെയൊക്കെ പിന്നെ എക്സസൈസ് ഒക്കെ വരുന്നുണ്ട്. ശരിക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പഠിപ്പിച്ച ഒരു ചിന്തയിലേക്ക് ഇതിനെ കൊണ്ടുപോകുമ്പോൾ അതുപോലെ നമുക്ക് പുണ്യാണ്. ഇതിപ്പോ ഒരു ഡയബറ്റിക് മാനേജ്മെന്റ് മാത്രമായിരിക്കും പലർക്കും, അല്ലെ? വയറൊന്ന് കുറക്കണം, ഒന്ന് ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് 6 പാക്ക് ആകണം, ഒന്ന് എന്താ പറയാ, ഒന്ന് സ്ലിം ആകണം, ഇങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടാകുള്ളൂ. ശരിക്ക് തളർന്ന അവശനായിരിക്കുന്ന ഒരു മനുഷ്യനോട് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, അല്ല നീ ആഫിയത്തിനൊന്നും വേണ്ടി ചോദിക്കലില്ലേ? ആരോഗ്യവും സന്തോഷവും ഒക്കെ ഉണ്ടാകാനൊന്നും വേണ്ടി നീ ചോദിക്കലില്ലേ? രാവിലെ തന്നെ അദ്കാർ സബാഹ് എങ്ങനെ തുടങ്ങണേ? അല്ലാഹുമ്മ അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. അഫ്വ് ചോദിച്ചോ, കൂടെ ആഫിയത്ത് ചോദിച്ചു. അപ്പം ആ നീയത്തിന് അങ്ങോട്ട് സെറ്റ് ചെയ്യുമ്പോ പടച്ചോനെ ഉള്ള കാലം മുട്ടക്കൊന്ന് നേരെ വളച്ച് സുജൂദൊക്കെ ഒന്ന് നേരെ ചെയ്ത്, അല്ലെ, കസേരയിൽ ഇരിക്കാതെ നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ അങ്ങനെയാണ് മരിച്ച് പോണം. എന്റെ കാര്യത്തിന് വേറെ ആരെയും അവലംബിക്കേണ്ടി വരരുത്. നേരെ നീർന്ന് കിടന്ന്, അല്ലെ, ശരിക്കും ശ്വാസം എടുത്ത് പിന്നെ തൗഫീഖോടുകൂടെ ജീവിക്കാനുള്ള അവസരം വേണം. കുട്ടികളും മക്കളൊന്നും ബുദ്ധിമുട്ടാകരുത് എന്നൊരു പോയിന്റിലേക്ക് നിയത്തിനെ കൊണ്ടുവരുമ്പോ, പ്രവാചകൻ പഠിപ്പിച്ച ആഫിയത്തിന്റെ പോയിന്റിലേക്ക് നിയത്തിനെ കൊണ്ടുവരുമ്പോ അത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് കൂലിയാണ്. രാവിലെ ഇറങ്ങി ഇവിടുന്ന് ഇവിടെ പള്ളിയിൽ വരുന്ന നമ്മളെ സുഹൃത്തുക്കളൊക്കെ പലരും പോവാറുണ്ട്. അത് വലിയൊരു കാര്യമാണ്, യാതൊരു സംശയമില്ല. അപ്പൊ ആ നിയ്യത്ത് എന്നത് ആ നിലക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എന്നാണ് ഞാനിവിടെ പറയാൻ ശ്രമിച്ചത്. അപ്പോ ശരിയായ ഒരു പ്ലാനിങ്ങിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നിയ്യത്തുമായി ബന്ധപ്പെട്ട ഒരു മസ്അല നമ്മൾ പഠിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ നിയ്യത്തിനെ സമുദായം കുറച്ച് അക്ഷരങ്ങളിലേക്ക് ചുരുക്കലാണ്. കുറച്ച് അക്ഷരങ്ങളിലേക്ക് ചുരുക്കും. ഇപ്പൊ നിസ്കാരത്തിലാണെങ്കിൽ ഉസല്ലി സ്വലാത്തുൽ ദുഹർ 4 റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല, ഇങ്ങനെ ചുരുക്കും. അപ്പൊ പിന്നെ അവിടെ വേറൊരു ഫീലിങ്സും ഇല്ല. ഒരൊച്ചയാണ്. നേരെ മറിച്ച് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ഈ സർവ്വലോക സൃഷ്ടാവായ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കണ. പഠിച്ചോനെ, ഫഇല്ലം തകു തറാക് ഫഇന്നഹു യറാക് പഠിപ്പിച്ചില്ല റസൂലുള്ളാഹ്. നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹ് നിന്നെ കാണുന്നുണ്ട്. മാത്രല്ല എന്റെ റസൂല് എന്തെങ്കിലും ഒരു വിഷമം വന്നാല് വേഗം ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിക്കലല്ലേന്നു. റിലാക്സേഷന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ 2 റകഅത്ത് നിസ്കരിക്കും. ഇതിലാണ് എന്റെ കൺകുളിർമ എന്ന് പറയും, അല്ലെ? സുജൂദ് കിടക്കുമ്പോ എന്താ, ഒരടിമ അള്ളാഹുவோട് ഏറ്റവും അടുത്ത സമയമാണത്. അപ്പൊ ഒരു നിസ്കാരം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് സുഹൃത്തുക്കളെ. ഞാന് വിശ്വാസത്തിന്റെ വേലിക്ക് പുറത്താകാനുള്ള ഒരു കർമ്മമാണ് ഞാൻ ചെയ്യുന്നത്. അതാ നിയ്യത്ത്. ഞാന് ഫിറഔനിന്റെയും നമ്രൂദിന്റെയും കൂടെ കത്താതിരിക്കാനുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ വരുന്നില്ല. ഇപ്പൊ നോമ്പാണെങ്കിൽ നോമ്പുമായി ബന്ധപ്പെട്ട നിയ്യത്തുകൾ വിശദമായി നമുക്ക് അടുത്ത ആഴ്ചയിൽ പറയാം. അപ്പോ നോമ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് എന്ത്, നോമ്പിന്റെ എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ നരകത്തുനിന്ന് മോചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതാണ് നോമ്പിന്റെ നിയ്യത്ത്. പക്ഷെ അതിങ്ങോട്ട് ചുരുങ്ങിയിട്ട് നവൈതു സോമഗദിൻ അൻ അദാഇ ഫർദ് റമളാൻ ഹാദിഹി സനതി ലില്ലാഹി തആല, അത് ഉസ്താദ് ചൊല്ലിക്കൊടുക്കും, എല്ലാവരോടും കൂടി ചൊല്ലും. സമൂഹത്തിൽ തർക്കത്തിലിരിക്കുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ സമൂഹം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പറയുമ്പോൾ നമ്മൾ ദീർഘകാലം ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അതൊക്കെ പ്രാമാണികമായി വിശകലനം ചെയ്ത് ചെയ്യാൻ നമുക്ക് പറ്റണം. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കൈമാറിപ്പോരുന്ന ഒന്നല്ല ഇസ്ലാം. മറിച്ച് ഇസ്ലാമിലെ എല്ലാ കാര്യത്തിനും സനതുണ്ട്. സനദില്ലാത്ത ഒന്നുമില്ല. ആ ഒറ്റ വിഷയം പഠിച്ചാൽ മതി ഒരാൾ മുസ്ലിം ആകാൻ. ഒറ്റ വിഷയം നോക്കൂ നിങ്ങൾ. മനുഷ്യ ചരിത്രത്തെ ആർക്കേവിയണോടുത്ത്, മനുഷ്യ ചരിത്രത്തെ ക്രോഡീകരിക്കണോടുത്ത് പിൽക്കാലത്ത് എടുത്ത മെത്തഡോളജി, മെക്കാനിസം, വഴി, രീതി എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും ചരിത്രങ്ങളൊക്കെ ക്രോഡീകരിച്ച രീതിയാണ്. വെറുതെ ഞാനൊരു ഒരു പോയിന്റ് പറയാം. ഇപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടു വന്ന വഴികളിലെ ഏത് വ്യക്തികളെ നിങ്ങൾ എടുത്തോ, ആ വ്യക്തികളുടെ മുഴുവൻ 100% ചരിത്രവും രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. ഒന്നുപോലും ഒരു വ്യക്തി പോലും ഒഴിവാക്കപ്പെട്ടിട്ടില്ല.
അൻ അബി ഹുറൈറത്ത, അവിടുന്ന് തുടങ്ങും അല്ലെ. എന്നിട്ട് ഇങ്ങനെ 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 ബുഖാരി വരെ എത്തും. സനദിൽ ഒന്നാമത്തെ ആൾ ആരാ? റസൂലുള്ള. സനദിൽ ഒന്നാമത്തെ ആള് റസൂലുള്ള. അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ പോന്നാൽ, അല്ലെങ്കിൽ ഇവിടുന്ന് ബുഖാരി മുതൽക്ക് അങ്ങോട്ട് പോയാൽ, അല്ലെങ്കിൽ മുസ്ലിം മുതൽക്ക് അങ്ങോട്ട് പോയാൽ എല്ലാരും ചരിത്രം വ്യക്ത. ഉദാഹരണം അബ്ദുള്ള എന്നാണ് ഒരാളുടെ പേരെങ്കിൽ നമ്മള് ഐന് എന്നുള്ളത് എടുക്കുക. ഇന്നിപ്പോ അങ്ങനെ ഒന്നും എടുക്കണ്ട, എന്നാണ്ട് അടിച്ചു കൊടുത്താൽ വരും, വേറെ പ്രശ്നമൊന്നുമില്ല. ഐന് എടുത്താൽ അതിൽ 25 അബ്ദുള്ളമാരുണ്ടാവും. അതിന് ഞാനിവിടെ ഈ സനദിൽ ഉദ്ദേശിക്കുന്ന അബ്ദുള്ള ഏതാണെന്ന് മനസ്സിലാക്കാൻ ഭയങ്കര സംഭവമാണ്. അത് മനുഷ്യസാധ്യമായൊരു കാര്യമല്ല. ഇപ്പൊ തഹദീബ് എന്നുള്ളൊരു ഗ്രന്ഥമുണ്ട്. അത് അങ്ങനത്തെ കുറെ ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ കംപ്ലീറ്റ് 10-30 വോളിയം വരുന്ന ഈ ഗ്രന്ഥ പരമ്പരയിൽ മുഴുവൻ ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ട വ്യക്തികളുടെ ചരിത്രമാണ്. എന്നിട്ടോ അതിലൊരു വ്യക്തിനെ കിട്ടിയ ആ വ്യക്തിനെ നോക്കുമ്പോൾ ആദ്യത്തെ കാര്യം എന്താ? 5 നിബന്ധന. നഖ്ലു അദ്ലിൻ തബത് മുത്തസിൽ സനദ് സലീമുൻ മിന ശുദൂദ് വൽ ഇല്ല. ഇതാണ് ഹദീസ് സ്വീകരിക്കാനുള്ള 5 മാനദണ്ഡങ്ങൾ. അതിൽ ഒന്നാമത്തത് അയാൾ ആദിലായിരിക്കണം. ആദിൽ ആരാണ് അത് തീരുമാനിക്കാൻ പിന്നെ 2-3 നിബന്ധന ഉണ്ട്. അതിലൊന്നാണ് മുറുഅത്ത് ഉണ്ടായിരിക്കണം. എന്താ മുറുഅത്ത്? ഒരാളോടെ വഴിയിലിരുന്ന് ഇങ്ങനെ മൂത്രയിക്കണ കാണുകയാണ്, അയാളടുത്ത് ഹദീസ് എടുക്കൂല. അത്ര സൂക്ഷ്മമായി റെക്കോർഡ് ചെയ്യപ്പെട്ടു വന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഒരു മാന്യതയുടെ പരിസരത്തെത്താത്ത ഒരു സാധനം കണ്ട അയാളടുത്ത് പോലും എടുക്കൂല. അങ്ങനെ വന്ന ഇസ്ലാമിക കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോ പിന്നെ നമ്മള് വാപ്പപ്പാരായിട്ടും കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിലല്ല പോകേണ്ടത്. ഞാനിവിടെ പറഞ്ഞ നിയ്യത്തിന്റെ വലിപ്പം ഞാൻ പറഞ്ഞു. എങ്കിൽ ഇഅ്ലാമുൽ മുവഖ്ഖഈനിൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു യൻതിഖൂന ബിന്നിയ്യ. പ്രവാചകനോ സ്വഹാബത്തോ നിയ്യത്ത് ഉച്ചരിക്കാറുണ്ടായിരുന്നില്ല. വലാ യഖ്തുറു ദാലിക ബിബാലിഹിം അസ്ലൻ ബൽ കാനു ഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു ഇലൈഹാ ബിഖുലൂബിഹിം വഹിമമിഹിം. അവർ നിസ്കാരത്തിലേക്ക് എണീറ്റ് നിന്നാൽ അവരുടെ ഹൃദയം കൊണ്ടാണ് അത് ചെയ്തിരുന്നത്, അവരുടെ മനസ്സുകൊണ്ടാണ് അത് ചെയ്തിരുന്നത്. അതല്ലാതെ അവരുടെ ചുണ്ടുകൊണ്ടല്ല അവരത് ചെയ്തിരുന്നത്. വഹാദ അംറുൻ ലാ യശുക്കു ഫീഹി ആഖിൽ. ബുദ്ധിയുള്ള ഒരാൾക്കും സംശയിക്കേണ്ടതില്ലാത്ത വിഷയമാണിത്. ഇനി സാദുൽ മആദിൽ ശൈഖ് തുടരാണ്, വലം യകുനു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇൻദ ദുഖൂലിഹി ഫിസ്സലാ. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞിരുന്നില്ല, നബൈതു അൻ ഉസല്ലിയ സ്വലാത്തൻ കദാ, ഞാൻ ഇന്ന നിസ്കാരം നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന്. മുസ്തഖ്ബിലൽ ഖിബ്ല, ഖിബ്ലക്ക് നേരിട്ട് 4 റക്അത്തിൻ 4 റക്അത്തായിട്ട്, ഇമാമായിട്ട് അല്ലെങ്കിൽ മഅ്മൂമായിട്ട് ഇങ്ങനൊരു പണി നബി ചെയ്തിട്ടില്ല. ഫഹാദാലം യുൻഖൽ അൻഹു അഹദുൻ ഖത്തു. അത് ഒരു മുൻഗാമിയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. വലാന അസ്ഹാബിഹി, പ്രവാചകന്റെ അസ്ഹാബിൽ നിന്നും അത് വന്നിട്ടില്ല. വലസ്തഹ്സനഹു അഹദു മിനത് താബിഈൻ, താബിഈങ്ങളാരും ഇത് നല്ലതായി കണ്ടിട്ടും ഇല്ല. ബൽ ഹുവ മിനൽ ബിദഇ അൽ മുഹ്ദസതി അല്ലതി ലം യഅ്മുരില്ലാഹു ബിഹാ വലാ റസൂലുഹു. അല്ലാഹു റസൂലും നിർദ്ദേശിച്ചിട്ടില്ലാത്ത പുത്തൻ ചര്യയാണിത്. വലാ ഫഅലഹ അഹദും മിനസ് സ്വഹാബതി വല താബിഈന ലഹും ബിഇഹ്സാൻ. അത് സ്വഹാബത്തോ താബിഈങ്ങളോ അവരും ചെയ്തിട്ടില്ല. മദാരിജുസ് സാലിക്കീനിൽ വീണ്ടും തുടരുകയാണ് ഷേഖ്. എന്താ? അന്നിയത്തു മഹല്ലുഹാ അൽ ഖൽബ്. നിയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാണ്. വല യഹ്താജു ഇല തലഫുദ് ബിഹാ. അതൊരിക്കലും ഉച്ചരിക്കേണ്ടതില്ല. ഫഇന്ന തലഫുദ ബിഹാ ബിദ്അത്തുൻ ലം യഫ്അൽഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ സഹാബുഹു. നബിയും സ്വഹാബത്തും ചെയ്യാത്ത പുതുനിർമ്മിതിയാണത്. ബൽ കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലു ഫി സ്വലാത്തി ബിലാ ഖൗലി നിയ്യത്തിൻ. നിയ്യത്ത് ഉച്ചരിക്കാതെയാണ് പ്രവാചകൻ നിസ്കാരത്തിലേക്ക് പോയത്. വലാ തലഫുദ് ബിഹാ അസ്ലൻ. അതൊരിക്കലും പ്രവാചകൻ ഉച്ചരിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറയണേ. ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാണ്, ലാ യുസ്തറതു അത്തലഫുദു ബിന്നിയ്യ. നിയ്യത്ത് ഉച്ചരിക്കൽ ഒരിക്കലും ഷർത്തല്ല. ബൽ ലൗ ഇഖ്തസറ അലാ അഖ്ദിഹാ ഫി ഖൽബിഹി കഫാഹു. എന്താ? ഹൃദയത്തിൽ വിചാരിക്കുന്ന രീതിയിൽ ചെയ്താലും അത് മതിയാകും. വഹാദാ ഖിലാഫുൻ ഫീഹി വഹാദാ ലാ ഖിലാഫുൻ ഫീഹി. അതിൽ തർക്കമില്ല. ഇതിൽ തർക്കമില്ല എന്ന് പറയുമ്പോഴും ശാഫി മദ്ഹബിലെ പിൽക്കാലത്ത് വന്ന ആളുകൾ ഇത് ചെയ്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വിഭാഗം ബിദ്അത്താന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഒറ്റപ്പെട്ട ആളുകളുണ്ട്. ഇതൊന്നും അറിയാതൊന്നുമല്ല ഷെയ്ഖ് ഇത് പറയുന്നത്. അതിന് ആ അടിത്തറല്ല എന്നുള്ളതിൽ തന്നെയാണ് അദ്ദേഹം അത് പറയുന്നത്. അടിത്തറയില്ലാത്ത ബിദ്അത്താണത്
ഇങ്ങനെ എത്രണ്ണമാണ് സുഹൃത്തുക്കളെ? ഇനി നമുക്ക് പറയാൻ പറ്റും. ഇബ്നു റജബുൽ ഹംബലി പറയാണ്, അത്തലഫ്ളു ബിന്നിയ്യ ലം യുൻഖൽ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അത്. വല അൻ അഹദി മിൻ അസ്ഹാബിഹി, അസ്ഹാബും അത് പഠിപ്പിച്ചിട്ടില്ല. ബൽ ഹുവ മുഹ്ദസുൻ, അത് പുതുനിർമ്മിതിയാണ്. വൻ നിയ്യത്തു മഹല്ലുഹാ അൽ ഖൽബു, നിയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാണ്. വത്തലഫ്ളു ബിഹാ നൗഉം മിനൽ വസ്വസ, അതൊരു തരം വസ്വാസാണ്. വത്തകല്ലുഫ്, ഒരു തരം കാട്ടിക്കൂട്ടലാണ്. റസൂലും അള്ളയും പഠിപ്പിക്കാത്ത ശറഅാണ്. അവിടെ ഇവിടെ അവസാനിപ്പിച്ചത്. ആരെങ്കിലും അത് നിസ്കാരത്തിലോ നോമ്പിനോ ഒക്കെ ഉംറക്കുണ്ട്, ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയും, ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയും. ഹജ്ജിന്റെ സമയത്ത് പറയും. എന്താ തൽബിയ, പിന്നെ നമ്മള് ഇഹ്റാം കെട്ടുന്ന നേരത്തെ ഈ സംഗതി പറയും. അതിലൊന്നും സംശയമല്ല. അപ്പൊ ഇസ്ലാമിൽ എന്താണ് ഉള്ളത് അതെടുത്ത് അതനുസരിച്ച് മുന്നോട്ട് പോവാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ അലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, തിന്മകൾക്ക് പൂട്ടിടേണ്ട ഒരു സമയമാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് പറയാണ്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന തിന്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്നിങ്ങനെ എടുത്തൊഴിവാക്കി നോമ്പിലേക്കുള്ളൊരു ഒരുക്കം വേണം. അപ്പോഴാണ് നമ്മുടെ മനസ്സിന് നന്മ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുക. തിന്മ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നന്മക്കുള്ള അവസരം നഷ്ടപ്പെടുന്നതാണ്, തൗഫീഖ് നഷ്ടപ്പെടുന്നതാണ്. തിന്മ ജീവിതത്തിൽ കുമിഞ്ഞുകൂടുമ്പോൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന തിന്മകൾ എന്ത് ചെയ്യും? നന്മകളുടെ ആ ഒരു അവസ്ഥയെ കളയും എന്നാണ്. രാത്രി നിസ്കാരം നഷ്ടപ്പെട്ട, രാത്രിയിലെ ഖുർആൻ പാരായണം നഷ്ടപ്പെട്ട പണ്ഡിതന്മാരൊക്കെ തേങ്ങിക്കരഞ്ഞ അനുഭവങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയണ്ടായി അല്ലേ? എന്താ, ഞാന് ഇന്നലെ പകലെ എന്തോ അറിയാതെ ചെയ്തൊരു തെറ്റുകൊണ്ടാണ് ഇന്ന് രാത്രി എനിക്ക് തഹജ്ജുദിന് എണീക്കാൻ കഴിയാതിരുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനോട് നിർബന്ധിച്ചപ്പോ പറയുന്നത്. ആ തെറ്റെന്താന്ന് എനിക്കറിയില്ല, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ എന്നാണ്. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് നമ്മൾ നമ്മളെ മനസ്സിനെ കഴുകണം. തീർച്ചയായും നമ്മളൊക്കെ മനസ്സിലാക്കുക, നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു റമദാനിലേക്ക് എത്താൻ കഴിയോ, ഇനി എത്തിയാൽ തന്നെ ഇത് പൂർത്തിയാക്കാൻ കഴിയോ, അടുത്ത റമദാനിൽ ഉണ്ടാവും, ഒന്നും അറിയില്ല. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും മരണം നമ്മളെ തേടി വരാം. എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹം ഒരു സൈഡ് തളർന്ന് ചികിത്സയിൽ തുടരുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗത്തിന് പൂർണ്ണ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ചെറിയ തലവേദന ഉണ്ടായിരുന്നു 2-3 ദിവസം. അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് യാത്രാമധ്യയാണ് എന്ത് ചെയ്യണത്, അദ്ദേഹം പാരലൈസ് ചെയ്യപ്പെടുന്നത്. പതിയെ ജീവിതത്തിൽ തിരിച്ചു വരികയാണ്. വളരെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഒരു ജ്യേഷ്ഠ സുഹൃത്താണ്. അള്ളാഹു അദ്ദേഹത്തിന് ശമനത്തെ പൂർണ്ണമായി പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതേപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പൊ നമ്മുടെ സദസ്സിലിരിക്കുന്ന ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം വലിയൊരു കാർഡിയാക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം പരിഹരിച്ച് അത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ്. ഒന്ന് ചെക്കപ്പിന് പോയതാണ്. അള്ളാഹു അദ്ദേഹത്തിനും നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ കഴിഞ്ഞ റമദാനോടുകൂടെ തിന്മകളിൽ നിന്നൊക്കെ പൂർണ്ണമായി മോചിതരായി ജീവിതം പുതിയ നിലക്ക് ചിട്ടപ്പെടുത്തിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ പിടിച്ചു നിൽക്കാനും ശക്തമായി മുന്നോട്ട് പോകാനുമുള്ള തൗഫീഖ് പടച്ചറപ്പ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനസ്സിലാക്കുന്നു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഈ തിങ്കളാഴ്ച, എല്ലാ തിങ്കളാഴ്ച നമ്മൾ ഖുർആൻ ക്ലാസ് വെക്കലുണ്ട്. ഈ ആഴ്ചത്തെ ഖുർആൻ ക്ലാസിന്റെ സ്ഥാനത്ത് റമദാനിനൊന്ന് സമഗ്രമായി പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു പരിപാടിയാണ് വെച്ചിട്ടുള്ളത്. അത് ഇൻഷാ അല്ലാഹ് നമ്മള് ഇവിടെ തൊട്ട അപ്പുറത്ത് നമ്മുടെ നാണിക്കാക്കുവിന്റെ ആ ബിൽഡിങ്ങിലാണ് പരിപാടി നടക്കുക. അപ്പൊ അവിടേക്ക് വെച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, പള്ളിയിലേക്ക് പലപ്പോഴും സ്ത്രീകൾക്ക് വരാൻ പറ്റാത്ത സ്ത്രീകളും വരാൻ പറ്റാത്ത അവസരങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ പള്ളിയിലേക്ക് ആളുകൾക്ക് കയറാൻ മടിയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാകും. അവരെയും കൂടി മനസ്സ് കണ്ടിട്ടാണ് അവർ റമദാൻ പഠിച്ചു പോയിക്കോട്ടെ. നമ്മുടെ നാട്ടിൽ വലിയ സംവിധാനങ്ങളും പിന്നെ പ്രഭാഷണങ്ങളും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടാകും. എന്നാൽ ഇത്തരം കാര്യങ്ങളെ കുറച്ചും കൂടി ശരിയാം വിധം ആളുകൾക്ക് അവരുടെ പ്രായോഗിക ജീവിതത്തോട് ചേർത്ത് നിർത്തി പഠിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് നാളെയും കഴിഞ്ഞ് മറ്റന്നാ തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് പരിപാടി മഗ്രിബ് സ്വലക്ക് ശേഷം തുടങ്ങും. ഒരു 1.5 മണിക്കൂറായിരിക്കും പരിപാടി ഉണ്ടാകുക. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം വേണം. നിങ്ങളുടെ ക്ഷണം കൊണ്ട് ഒരാൾ പുതിയത് വരണം. അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അയാൾക്ക് നോമ്പിനുണ്ടാകുന്ന ഊർജ്ജമൊക്കെ നമുക്ക് കിട്ടും. അതിന്റെ ഒരു ഓഹരി. അങ്ങനെ നിയത്താക്കി എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ആഴ്ചയിൽ നമ്മൾ ഇവിടെ പ്രയാസപ്പെട്ട മനുഷ്യന്മാർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള, നോമ്പുതുറ വിഭവങ്ങൾ എത്തിക്കാനുള്ള, നോമ്പ് തുറപ്പിക്കാനുള്ള കിറ്റിന് വേണ്ടി കളക്ഷൻ എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് തരാം. 2, ഞാനിങ്ങനെ ഖുതുബയിൽ കേട്ടിരുന്നു, നീ കൊടുക്കാൻ വിചാരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പലരോടും ചോദിക്കാം കേട്ടോ, പലരോടും ചോദിക്കാം. അപ്പൊ ആ കാര്യവും കൂടി ഒന്ന് ശ്രദ്ധിച്ച്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് കുടുംബങ്ങളിലേക്ക് കിറ്റുകൾ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് സംഘടനാ സംവിധാനത്തിലൂടെ കിട്ടിയ കിറ്റുകളുണ്ട്. ഇപ്രാവശ്യം അത് കുറച്ചും കൂടി
പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മേഖലകളിലേക്കൊക്കെ ചിട്ടപ്പെടുത്തണോണ്ട് ചിലപ്പോൾ നമുക്ക് കിറ്റ് കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. അതുകൊണ്ട് ആ കാര്യം കൂടി പരിഗണിച്ച് എല്ലാവരും ആ വിഷയത്തിൽ ഇടപെടണം എന്ന് ഓർപ്പിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മോമിനുകളിൽ മുഖ്ലിസുകളിൽ മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ സാക്ഷാത്കരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. വിശുദ്ധ റമളാനിനെ ശരിയാം വിധം സ്വീകരിക്കാനും അത് ശരിക്കും അനുഷ്ഠിക്കാനുമുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക്ക് വൽ മുശ്രിക്കീൻ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ربنا وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله